പൊട്ടുവോ? ഗൈസ് പടക്കം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ വയോ അപ്പോൾ ഞാനിന്ന് ഡ്രസ്സ് വെച്ചിട്ട് വരാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പോവാം. കാരണം അച്ഛൻ നല്ല തിരക്ക് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോവാം. വയോ ഈ ലിസ്റ്റിലില്ലല്ലോ. പടക്കം വാങ്ങാനല്ലേ പോണത്. പോയിട്ട് വരാം. പടക്കം വാങ്ങാൻ പോവാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിലത്തെ കുറച്ച് കാര്യങ്ങളും പടക്കം വാങ്ങാൻ വേണ്ടി നമ്മൾ നേരെ വിട്ടത് കുറ്റിപ്പുറത്തേക്കായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം വാങ്ങിയിട്ട് നമ്മൾ നേരെ പടക്കക്കടയ്ക്ക് വിട്ടു. ഭയങ്കര ചൂടായിരുന്നു, മേലൊക്കെ പൊള്ളിയിരുന്നു. അങ്ങനെ പടക്കക്കട തപ്പി നമ്മൾ കട കണ്ടുപിടിച്ചു, കുന്നംകുളം പടക്കക്കട. അപ്പോൾ നമ്മൾ അത് തപ്പി ഇറങ്ങി. ബോർഡ് മാത്രമേ കണ്ടുള്ളൂ, കട കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ തിരച്ചിലിനൊടുവിൽ അങ്ങനെ ആ കട അങ്ങ് കണ്ടുപിടിച്ചു ഗൈസ്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ കുന്നംകുളം പടക്കക്കട വരുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ ഒരു വലിയൊരു ഇതൊക്കെ കെട്ടിയിട്ട് അതിലാണ് കേട്ടോ പടക്കമൊക്കെ വിൽക്കണത്. അപ്പോൾ നമ്മൾ കുറച്ച് പടക്കമൊക്കെ വാങ്ങി. പിന്നെ അവിടെ പോയി എനിക്ക് ഏറ്റവും ഇതായി തോന്നിയത് ഫുൾ മിഠായിയുടെ പേര്. ഇത് മിഠായിയോ അതോ പടക്കക്കടയോ? കിൻഡർ ജോയ്, ലോലിപോപ്പ്, ട്വിക്സ്, വിവിധ തരം മിഠായികളുടെ നോക്ക്, കിറ്റ്കാറ്റ്. ഇതൊക്കെ എന്താണ് ഗൈസ്? ഭയങ്കര അപ്ഗ്രേഡ് ആയിട്ടോ പടക്കം. പിന്നെ കുറേ കാണാത്ത കുറേ പടക്കങ്ങളൊക്കെ കണ്ടു, വെറൈറ്റീസ് ഓഫ് പടക്കങ്ങൾ. അങ്ങനെയാണ് നമ്മൾ ഈ പഹേന കണ്ടത്. പൊട്ടുവോ? അങ്ങനെ ഓൻ്റെ ഒറ്റ ഒപ്പമേൽ അച്ഛൻ അങ്ങോട്ട് വാങ്ങിട്ടാ. ഏതാ ചെക്കൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്നല്ലേ. അങ്ങനെ നമ്മളവിടുന്ന് പടക്കൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ചെല്ലുമ്പോൾ റിയാക്ഷൻ കൂടെ കാണിച്ചല്ല. അങ്ങനെ പടക്കൊക്കെ വാങ്ങി പോവാണെന്നുള്ള ഷോട്ട് എടുക്കാന്ന് വിചാരിച്ചപ്പോ അച്ഛനിതാ അമ്മേ വേഗം എക്സ്ക്ലൂസീവ് കണ്ടന്റ് കാണാൻ വേണ്ടി വീഡിയോ എപ്പോഴേ ഓൺ ആക്കിയിട്ടുണ്ട്.